ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ കിരണിനെയും കൂട്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് ഒന്ന് കറങ്ങാൻ പോവാണ്. അവൾ ഓരോ കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. കിരണിനാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവുമില്ല. എന്തായാലും തന്റെ സഹോദരിയോടുള്ള സ്നേഹമാണ് കിരൺ കാണിക്കുന്നതെങ്കിലും ഒരു ഇത് തന്നെയാണ്, കാമുകനോടുള്ള പ്രണയമാണ് സരയു അവിടെ കിരണിനോട് കാണിക്കുന്നത്. അങ്ങനെ അവര് പണ്ട് പോവാറുള്ള ഒരു തട്ടുകടയിൽ കയറുകയും അതുപോലെ തന്നെ അവിടെ നിന്ന് 2 ചായ കുടിക്കുകയും, ചായക്കൊന്നും യാതൊരു തരത്തിലുള്ള ആവശ്യമില്ലെങ്കിൽ പോലും നമ്മുടെ സരയു നിർബന്ധിച്ച് ആ തട്ടുകടയിൽ ഇറങ്ങി അവർ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് ചായ കുടിക്കുകയും ചെയ്യുകയാണ്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. നിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നും അതുപോലെ തന്നെ സോണിയും നീയുമൊക്കെ നടന്നിരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കിരൺ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ കല്യാണി നല്ല അസലായിട്ട് ചായ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ തട്ടുകടയിലെ ചായ ഒന്നും ഞാൻ അങ്ങനെ കുടിക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സരയു പറയുന്നുണ്ട്, ഞാനും നന്നായിട്ട് ഇപ്പൊ പാചകം ചെയ്യോടാ, എന്റെ ചായയും ഞാൻ നിനക്ക് ഒരു ദിവസം ഉണ്ടാക്കി തരാം, എന്റെ ചായ നീ കുടിച്ചു നോക്ക് എന്ന് പറയുകയാണ്. കല്യാണിയുടെ അത്രയ്ക്കുണ്ടോ എന്ന് അത് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്നോട് താരയാൻറ്റി പറഞ്ഞായിരുന്നു നിനക്ക് ഇപ്പൊ അസലായിട്ട് നീ കുക്കൊക്കെ ചെയ്യണ കാര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരവിടെ നിന്നും തിരികെ പോവുകയാണ്. അങ്ങനെ നേരെ പോകുന്നത് ഓഫീസിലേക്ക് തന്നെയാണ്. അങ്ങനെ ഓഫീസിലെത്തിയതിന് ശേഷമാണെങ്കിൽ ഈ പറഞ്ഞ സരയു ആണെങ്കിൽ വീണ്ടും കിരണുമായിട്ട് അടുക്കുകയാണ്. അതുപോലെ തന്നെ അവന് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ചായയൊക്കെ ഉണ്ടാക്കി, ക്യാൻറ്റീനിൽ നിന്നും ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അവള് തന്നെ കൊണ്ടു കൊടുക്കുകയാണ് നമ്മുടെ കിരണ്. അപ്പൊ അതൊക്കെ കുടിക്കുന്നുണ്ട്. അതൊക്കെ കുടിച്ചതിന് ശേഷം കിരൺ തന്നെ പറയുകയാണ്, ഏകദേശം കല്യാണിയുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്, നിന്റെ കൈപുണ്യം, നിന്റെ രുചി ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല രുചിയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സരയു പറയാണ്, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ കല്യാണിക്കൊപ്പം ഉയർന്നെന്ന് പാചകം ഉയർന്നെന്ന് നീ പറഞ്ഞല്ലോ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ഇങ്ങനെ സരയും പറയുകയാണ്. അങ്ങനെ അവരവിടെ അങ്ങനെ സൗഹാർദ്ദം നിലനിർത്തുകയാണ്. അതിനുശേഷമാണെങ്കിലും ഈ പറയുന്ന സ്റ്റെഫി കേസ് കൊടുത്തിട്ടുണ്ടല്ലോ, തന്റെ കാമുകനെ കാണാനില്ലെന്നും അതുപോലെ തന്നെ കാമുകനെ അന്വേഷിക്കണം എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ കേസിന്റെ പുറകെയായിട്ട് ആ CI പോവുകയാണ്. എന്തായാലും CI ആദ്യം പോകുന്നത് ഇവിടേക്ക് തന്നെയാണ്, ഓഡിറ്റോറിയത്തിലേക്കാണ്. അവിടെ കല്യാണം നടന്ന ആ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയും അതുപോലെ തന്നെ ഇവിടുത്തെ CCTV ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു അവിടുത്തെ ആ ഓഡിറ്റോറിയത്തിന്റെ ഓണർ, അവിടെ നോക്കുന്ന ആള് പറയുന്നുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയമാണ്, അതുകൊണ്ട് തന്നെ ബാക്കിലൊന്നും ക്യാമറ ഒന്നും വെച്ചിട്ടില്ല, ഫ്രണ്ടിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ, അത് നമുക്ക് പരിശോധിക്കാം എന്നും പറഞ്ഞ് എന്തായാലും പോലീസ് അതൊക്കെ നല്ല രീതിയിൽ പരിശോധിച്ച് നോക്കുകയാണ്. പക്ഷെ അതിലൊന്നും തന്നെ ഗംഗ വന്നതായിട്ടോ പോയതായിട്ടോ ഒരു അറിവും അതിലില്ല. കാരണം ഗംഗ വന്നത് പുറകിലൂടെയാണ്. അതുപോലെ തന്നെ പുറകിലൂടെ തന്നെയാണ് കിരൺ അവനെ തല്ലിച്ചതച്ചതും, ആ പാചകപ്പുരയിൽ ഇട്ടിട്ടൊക്കെയാണ് അവനെ തല്ലിച്ചതച്ചതും. അതിനുശേഷം പുറകിൽ വെച്ച് തന്നെയാണ് അവനെ ഇങ്ങനെ കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ. അപ്പോൾ വണ്ടി പോകുന്നത് മാത്രമാണ് ആ CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. വണ്ടി അതായത് കിരൺ ഇങ്ങനെ പമ്മി വന്നിട്ട് ആ കിരണിന്റെ വണ്ടി കാർ എടുത്തുകൊണ്ട് പോകുന്നതും തിരിച്ച് ആ കാർ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ കൊണ്ടുവന്നിടുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നോ ഇങ്ങനെ ഒരു കല്യാണമാണ് ഇവിടെ നടക്കുന്നതെന്ന്? കോലിളക്കം സൃഷ്ടിച്ച ഒരു കല്യാണമല്ലേ ഇവിടെ നടന്നത്? അതുകൊണ്ട് തന്നെ ഗംഗപ്രസാദ് എന്ന് പറയുന്ന ആ ഗുണ്ട, അവനെ ഒരു പിടികിട്ടാപ്പുള്ളി തന്നെയല്ലേ, അവൻ ഇവിടേക്ക് വരുമെന്നുള്ള കാര്യം അറിയാവുന്നല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ CCTV ഒക്കെ നിങ്ങൾക്കൊന്ന് സജ്ജമാക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അത് കേൾക്കുന്ന ആള് പറയുന്നുണ്ട്, ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നും അത്രയ്ക്ക് ചിന്തിച്ചില്ല എന്ന് പറയുകയാണ്. എന്തായാലും പോലീസ് നേരെ പോകുന്നത് കിരണിന്റെ വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ കിരൺ കല്യാണിയും കൂടി നല്ല സന്തോഷത്തിലാണ് ആ നേരത്ത് നിൽക്കുന്നത്. കാരണം സരയുവിന് നല്ല മാറ്റമുണ്ടെന്നും സരയുവിനുമായി ഞാൻ പുറത്തേക്ക് പോയതും അതുപോലെ തന്നെ അവരൊന്ന് ചായ കുടിച്ചതും അവളെ എനിക്കിഷ്ടപ്പെട്ടൊരു ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കിരൺ കല്യാണിയോട് പറയുകയാണ്. എന്തായാലും എന്നോടൊരു ദേഷ്യവുമില്ല, നിന്നോട് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റില്ല, സരയു അല്ലേ ആള് എന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയം തന്നെയാണ് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവർ കണ്ടിട്ട് എന്താണാവോ എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും കിരണിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. നേരെ ആ CI അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അകത്തേക്ക് ഇരിക്കാമോ, അപ്പൊ വാ സാറെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങനെ ഇരുത്തുകയാണ്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്,
അല്ല, ഈ കാർത്തികയുടെ വിവാഹം അതീവ രഹസ്യമായി എന്തായാലും ഗംഗപ്രസാദിന്റെ കണ്ണ് വെട്ടിക്കാതെ നിങ്ങൾ നടത്തിയല്ലേ എന്ന്, കണ്ണ് വെട്ടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അതെ സാറേ, അത് അങ്ങനെ വേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട്. അല്ല, ആ സമയത്ത് ഈ പറയുന്ന ഗംഗപ്രസാദ് അവിടേക്ക് വന്നിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല സാറേ എന്നിങ്ങനെ കല്യാണി പറയുന്ന സമയത്ത്, കല്യാണിയല്ല കിരൺ പറയട്ടെ അതിന് മറുപടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ കിരണിന്റെ മുഖത്ത് ചെറിയൊരു ഭാവവ്യത്യാസമൊക്കെ കാണുന്നുണ്ട് CI. അപ്പൊ ആ സമയത്ത് ഇല്ല സാർ അവിടേക്ക് വന്നില്ല എന്ന് കിരൺ പറയുകയാണ്. അങ്ങനെ അപ്പൊ എന്തായാലും ഈ ഗംഗപ്രസാദിന് എന്താ സംഭവിച്ചത്? ഇത്രയും രഹസ്യമായിട്ട് നിങ്ങൾ കല്യാണം നടത്തി, അത് പിന്നെ പരസ്യമാവുകയും ചെയ്തു. അവൻ ആദ്യത്തെ കല്യാണം ഉറപ്പിച്ചപ്പോൾ, ഈ കാർത്തികയുടെ കല്യാണം ഉറപ്പിച്ചപ്പോൾ ആ പയ്യന്റെ അച്ഛനെ തന്നെയാണ് അവൻ കൊന്നത്. അപ്പോൾ രണ്ടാമത് നിങ്ങൾ ഈ കല്യാണം നടത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞ ഗംഗ എന്തായാലും ഇനി വെറുതെ ഇരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ആ കല്യാണ പയ്യന്റെയും ചെറുക്കന്റെ അരികിലേക്ക് എത്തുക തന്നെ ചെയ്യും. അങ്ങനെയാണ് അവന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിക്കഴിഞ്ഞാല്. അങ്ങനെയുള്ള അവൻ എവിടെ പോയി, അവന് എവിടെ ഇതുവരെയും വന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ അത് കേൾക്കുന്ന കിരൺ ആകെ ഒന്ന് പേടിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്തോ പറ്റി എന്ന് പറഞ്ഞിട്ട്, അവനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി, അവളിപ്പോ 2 ആഴ്ചത്തെ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, അവളാണ് എനിക്ക് കംപ്ലൈന്റ് തന്നത്, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം CI പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വരാം അന്വേഷണമൊക്കെ ആയിട്ട്, പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിപ്പിച്ചാൽ വരണം എന്നൊക്കെ പറഞ്ഞ് ഗംഗയെക്കുറിച്ച് അറിയാനാണെന്നൊക്കെ പറഞ്ഞ് CI അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ കല്യാണിക്ക് നല്ല സംശയം. അപ്പോൾ എന്തുകൊണ്ട്, അപ്പോൾ കല്യാണിക്ക് അറിയില്ല ഇത്ര ദിവസമായിട്ടും ഈ പറയുന്ന ഗംഗയെ കാണാനില്ല എന്ന കാര്യം അറിയില്ല. ഇപ്പോഴാണ് അവൾക്കത് മനസ്സിലാകുന്നത്. CI സാർ പറഞ്ഞ പോലെ തന്നെ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കാർത്തികേച്ചിയുടെ വിവാഹം കഴിഞ്ഞെന്ന് അറിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കില്ല. കാർത്തികേച്ചിയെയും ദിലീപേട്ടനെ അപകടപ്പെടുത്താൻ എന്തായാലും ശ്രമിക്കും. അപ്പോൾ അവൻ എന്തോ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവളുടെ ബുദ്ധിയിൽ അങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ്. അങ്ങനെ ആ സമയത്ത് ശാന്തി പറഞ്ഞ കാര്യം കൂടി ഓർത്തെടുക്കുകയാണ്. പിന്നാമ്പുറത്ത് ഒരു തെങ്ങും തൈ വെച്ചിട്ടുള്ള കാര്യം. എന്തായാലും അവൾ ആ തെങ്ങും തൈ കാണാൻ വേണ്ടി പിന്നാമ്പുറത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുമ്പോഴാണ് ആ തെങ്ങും തൈ കാണുന്നതും അതിങ്ങനെ നല്ല സൂക്ഷ്മയോട് കൂടി നന്നായി സൂക്ഷിച്ചിങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം അവളങ്ങനെ ചുറ്റിലിങ്ങനെ നോക്കുന്നുണ്ട്. ആരും അറിയാത്ത രീതിയിൽ എന്തൊക്കെയോ കള്ളത്തരം അതിലുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നേരെ കിരണിന്റെ അരികിലേക്ക് വന്നിട്ട്, ആ തെങ്ങും തൈ ആര് വെച്ചെന്ന് നിങ്ങൾ പറഞ്ഞത് കിരണേട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വേലു എന്ന് പറയുന്നുണ്ട് ഒരു വെപ്രാളത്തോട് കൂടി. വേലു വെച്ച് തെങ്ങും തൈ തന്നെ ആയിരിക്കും, പക്ഷേ ആ തെങ്ങും തൈയുടെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നീ എന്താ കല്യാണി ഈ പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചതാണ്, ഗംഗപ്രസാദിനെ കാണാനില്ല എന്ന് CI സാർ ഇവിടെ വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ കിരണേട്ടന്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കിരണേട്ടൻ എന്തോ ഒരു ഭാവവ്യത്യാസം, ഒരു പേടിയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ അന്ന് ആ കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെയാണ് കിരണേട്ടന്റെ ഷർട്ടിൽ ഞാൻ ആ രക്തക്കറ കണ്ടത്. അതെന്നോട് പെയിന്റ് ആണെന്ന് പറഞ്ഞ് കിരണേട്ടൻ അത് മറച്ചു വെക്കുകയും ചെയ്തു. സത്യത്തിൽ എന്താ കിരണേട്ടൻ സംഭവിച്ചത്? അവനെന്തെങ്കിലും സംഭവിച്ചോ? അവനെ ആരെങ്കിലും കൊന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും അവളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ കിരണിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഉടനെ തന്നെ അവൻ സത്യങ്ങളൊക്കെ കല്യാണിയെ അറിയിക്കുകയും ചെയ്യും. കല്യാണിക്ക് അതിൽ ഒരുപാട് സന്തോഷം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ആ ഒരു സത്യം കല്യാണി അറിയുന്നൊരു ഭാഗമാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.